ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ്. അഞ്ചര. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് ഹൈലൈറ്റ് മാള് കണ്ടു കേട്ടോ. അവിടെ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പോയി ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തേക്ക് എത്തി. എവിടെയാണെന്നറിയോ? പുത്തമ്പടിയുടെ അവിടെ. ഞങ്ങൾ ക്രിസ്മസ് ഷോപ്പിങ്ങിന് വന്നേക്കെന്താ. അങ്ങോട്ട് കയറിയപ്പോൾ മുതൽ കണ്ണ് ചിമ്മിട്ടില്ല. പ്രത്യേക രസം, നിറയെ സാധനങ്ങളും. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എൻ്റെ കണ്ണതേ തള്ളിങ്ങനെ ഇരിക്കുന്നത്. കണ്ട് മതിയാവാണ്ട് ഞാനിങ്ങനെ ചുറ്റും നോക്കിയിരിക്കുകയാണ്. കുറെ പുൽക്കൂടുകള്, വെറൈറ്റി ട്രീകള്, കുറെ ലൈറ്റുകള്. എവിടേക്ക് കയറണമെന്ന് മനസ്സിലാവാത്ത അവസ്ഥയാവും. കൺഫ്യൂഷൻ അടിച്ചിട്ട് നിൽക്കണം ഇപ്പാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങളിതേ ഒരു കടയിൽ കയറി. അപ്പൊ ഉണ്ടാ അവിടെ കുറെ വെറൈറ്റി സാധനങ്ങൾ. അതിന്ന് ഏത് മേടിക്കുന്ന ഈ ലാസ്റ്റ് അങ്ങനെ പറഞ്ഞാൽ മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി വേറെ കടയിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഞാൻ അച്ഛൻ്റെ കയ്യിലിരുന്നതൊക്കെ കണ്ടോണ്ടിരിക്കട്ടാ. എവിടേക്ക് നോക്കിയാലും നക്ഷത്രം. കണ്ട് കണ്ണ് ഒരു പരിവായി. അങ്ങനെ അമ്മയുടെ കൈക്ക് ചാടിപ്പോൾ അമ്മ കുറെ ലൈറ്റിൻ്റെ ഇടയിൽ കൊണ്ടുപോയി എന്നെ ആ ലൈറ്റ് മുഴുവൻ കാട്ടിയിരുന്നു. മിന്നി കത്തണ സാധനം. ലാസ്റ്റ് ഉറങ്ങിയിട്ടാ. നല്ല തിരക്കായിരുന്നു. എല്ലാവരും ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തിരക്കിങ്ങനെ കൂടിക്കൊണ്ടിരിക്കായിരുന്നു. കുഞ്ഞ് ക്രിസ്മസ് അപ്പൂപ്പന്മാരും മുതൽ വലിയ ക്രിസ്മസ് അപ്പൂപ്പന്മാർ വരെ ഉണ്ട് കേട്ടോ. പറയാനും കൂടെ കിട്ടുന്നില്ല, എന്നാലും ഞാൻ പറയാന്ന്. അങ്ങനെ ഗ്യാപ്പില്ല ഒരു വട്ടാപ്പാവും പാവു ബജ്ജിയൊക്കെ കഴിക്കാൻ കയറിയേക്കാണ്. ഞാൻ നല്ല ഉറക്കം തന്നെയാണ്. അങ്ങനെ ഉറക്കം കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ വീണ്ടും ഷോപ്പിങ്ങിന് തന്നെ നടക്കുന്നു. പിന്നെ ഞാൻ കണ്ണു തള്ളിയിരിക്കാൻ കേട്ടാ അമ്മയുടെ കയ്യിൽ. അമ്മയാണെങ്കിൽ എന്നെ വിൽക്കാൻ വേണ്ടി വെച്ചേക്കണ പോലെ ആർക്കെങ്കിലും വേണമെന്നുള്ള ഭാവത്തിലാണ് ഈ നിൽക്കണത്. അപ്പം നോക്കിയപ്പോണ്ടാ ഒരു വലിയ ഭീമൻ ഒരു സാന്റാക്ലോസ് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ പതിയെ ഓരോ കടയിൽ നിന്ന് അങ്ങനെ ഇറങ്ങി നടന്നു തുടങ്ങി. അച്ഛൻ്റെ തലയിൽ ഒരു ട്രീ മേടിച്ച് വെച്ച് കൊടുത്തു. അമ്മയുടെ തലയിൽ ഒരു ക്രിസ്മസ് അപ്പൂപ്പനും വെച്ചു. മൊത്തം ഒരു ക്രിസ്മസ് വൈബ്. എല്ലാവരും കൂടെ അങ്ങനെ ഇറങ്ങി വീട്ടിലേക്ക് പോകാനായിട്ട്. പോണ വഴിക്ക് നമ്മുടെ സ്വന്തം കഫേ കിസ്വേയിൽ കയറി. എൻ്റെ പൊന്നോ, അവിടുത്തെ പെരി സൂപ്പറാണ്. ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് എങ്ങനെ അറിയാന്നല്ലേ, അമ്മയുടെ കഴിപ്പ് കണ്ടറിയാം പെരി സൂപ്പറാന്ന്. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.